ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, നിങ്ങളെ മറ്റുള്ളവർക്ക് എത്രമാത്രം ഇഷ്ടമുണ്ട്, മറ്റുള്ളവർ നിങ്ങളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കിക്കാണുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ അവർ കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവരെത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ കണ്ണിൽ നിങ്ങൾ ആരാണ്, എന്താണ് എന്നുള്ളൊരു റീഡിങ്. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലും അട്രാക്റ്റീവ് ആവുന്ന ഒരു പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ചായിരിക്കും ഈ ഒരു റീഡിങ് പോകുന്നത്. 1ാമത്തെ പൈൽ ഇത്, 2ാമത്തെ പൈൽ ഇത്. അത് ആദ്യമായിട്ടാണ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഒരു ഡോളിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു 3 തവണ ശ്വാസം വലിച്ചു വിടുക. ഇതിൽ നിന്നും ഒരു ഡോൾ സെലക്ട് ചെയ്യുക. ആ ഡോൾ സെലക്ട് ചെയ്യുന്ന ഡോളിൻ്റെ വീഡിയോ ഇരുന്ന് കാണുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പൈലാണ്. 1ാമത്തെ പൈൽ. 1ാമത്തെ പൈൽ. ഓക്കെ, ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1ാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രായം മുതലേ എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും ചെയ്യുന്ന ജോലി ഭയങ്കര സാറ്റിസ്ഫാക്ഷനായിട്ടും ഭയങ്കര ആത്മാർത്ഥമായിട്ടും ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. നിങ്ങളുടെ ഒരു ഓറ നഷ്ടപ്പെടുത്താണ്ട് മറ്റുള്ളവരെ നിങ്ങളുടെ ലൂപ്പിൽ വരുന്ന രീതിക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കപ്പെടുന്ന രീതിയിൽ, അത് ഈവൻ ഒരു എന്താ പറയുക, എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓറ ഭയങ്കരമായിട്ടും ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, ഡിറ്റർമെൻറ്റ് ഉള്ളൊരാൾക്കാരാണ്. അതായത് ഒരു കാര്യത്തിലും കൺഫ്യൂസ് ആവാണ്ട് നിങ്ങളുടെ ജോലി എന്താണോ, നിങ്ങളുടെ കരിയർ പാത്ത് എന്താണോ, നിങ്ങൾ എന്തിലാണോ, എന്ത് ജോലിയാണോ നിങ്ങൾ ചെയ്യുന്നത്, അത് പൂർണ്ണമായിട്ടും ആ ചെയ്യുന്ന സമയം, ചെയ്യുന്ന ജോലി അതിന് 100% ഡിറ്റർമെൻറ്റ് കൊടുത്ത്, 100% അതിന് ഹാർഡ് വർക്ക് കൊടുത്ത്, പാഷനേറ്റായിട്ട് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ചെയ്യാൻ എങ്ങനെ പറ്റുന്നു എന്നും നിങ്ങളടുത്ത് ചോദിച്ച് കാണും മറ്റുള്ളവർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും വിഷമവും എത്രയും സിറ്റുവേഷൻസ് നെഗറ്റീവായിട്ടും നിങ്ങൾക്ക് ഹാപ്പി ആകാൻ പറ്റുന്നു, മറ്റുള്ളവരെ സന്തോഷപ്പെടുത്താൻ പറ്റുന്നു എന്ന് നിങ്ങളടുത്ത് ഒരുപാട് പേര് ചോദിച്ചാണ്. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര വലിയ ലുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ നിങ്ങളുടെ കൂടെ നടക്കുന്ന ആൾക്കാർ ഭയങ്കര ഗ്ലാമറും ഭയങ്കര ലുക്കും ഭയങ്കര എനർജറ്റിക്കും ആയിരിക്കും. എനർജറ്റിക് അല്ല, നിങ്ങളുടെ ഒരു ഗ്യാങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങളെക്കാളും സൗന്ദര്യമുള്ളതും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന എല്ലാവരും ആ ഗണത്തിൽപ്പെടുന്ന ആൾക്കാരായിരിക്കും. മേ ബി നിങ്ങളെ കാണാൻ വലിയ ലുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഒപ്പം ഉള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ലുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, പക്ഷേ നിങ്ങളിൽ അവർ ആകൃഷ്ടനാണ് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ ലുക്ക് കണ്ടിട്ടോ നിങ്ങളുടെ പൈസ കണ്ടിട്ടോ ഒന്നും വരുന്ന ആൾക്കാരായിരിക്കത്തില്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ എനർജി കണ്ടിട്ട്, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ സൽസ്വഭാവം കണ്ടു വരുന്ന ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവർക്ക് ഭയങ്കര ഓറ പവർ ആയിരിക്കും. ആരെയും അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധം ഭയങ്കര ഓറ പവർ ആയിരിക്കും. എന്ത് ജോലി എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അത് വ്യക്തമായിട്ട് ടൈം അനുസരിച്ച് തീർക്കാൻ അവർക്കറിയാം. വലിയ കാൽക്കുലേഷനോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ഇപ്പോൾ ജോലി കൊടുക്കുന്ന സമയത്ത് ഇതങ്ങനെ തീർക്കണം, ഇങ്ങനെ തീർക്കണം എന്നുള്ള സംഭവമൊന്നും കാണത്തില്ല. പക്ഷെ അതെങ്ങനെ തീർക്കണം എന്നവർക്കറിയാം. അതവരുടെ ഇൻറ്റ്യൂഷനിൽ, അല്ലെങ്കിൽ അതവരുടെ ഓറയിൽ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. വ്യക്തമായിട്ട് അവർക്ക് അറിയാൻ പറ്റും. എല്ലാ കാര്യത്തിനും ഭയങ്കരമായിട്ടുള്ള പ്രിപ്പയർഡ് ആയിരിക്കും. കുറേ അധികം പോസിബിലിറ്റീസ് ഇവരെ മുന്നിൽ തുറന്നു വരും. ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. എത്ര നെഗറ്റീവിൽ ചെന്ന് വീണാലും, എത്ര പ്രതിസന്ധികളിൽ ചെന്ന് വീണ് കഴിഞ്ഞാലും ഇവരുടെ ലൈഫിലോട്ട് വേറൊരു ഹ്യൂമൻ വഴി, അല്ലെങ്കിൽ വേറൊരു മനുഷ്യൻ വഴി ഇവർ രക്ഷിക്കപ്പെടും.
അല്ലെങ്കിൽ ഒരു എനർജി വഴി ഇവർ രക്ഷിക്കപ്പെടും. കഴിവുകൾ ഒരുപാടുണ്ട്. ഈവൻ നിങ്ങളുടെ ചിരി, എന്താ പറയുക, പ്രോപ്പർലി ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്ന കാര്യം. നിങ്ങൾ എത്ര ഒറ്റപ്പെട്ട് നിന്ന് കഴിഞ്ഞാലും, എത്ര ഡൗൺ ഫെയിലർ ആയിട്ട് നിന്ന് കഴിഞ്ഞാലും, എത്ര ഡൗൺ ഫെയിലർ സിറ്റുവേഷനിൽ നിന്ന് കഴിഞ്ഞാലും, നിങ്ങളുടെ ഒരു ചിരി, നിങ്ങളുടെ ഒരു പ്രസൻസ്, ഒരു ഈഗോലെസ്, പൊസസീവ്നെസ്, ഇതൊന്നും ഇല്ലാത്ത നിങ്ങളെ ഭയങ്കരമായിട്ടും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. കൂടുതലും നിങ്ങളെ സംബന്ധിച്ച് പഴയ ചിന്താഗതിയല്ല, പുതിയ ചിന്താഗതിയല്ല, ന്യൂജൻ ചിന്താഗതിയല്ല, കുറച്ച് ഓൾഡായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റുന്ന പച്ച മനുഷ്യൻ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. ഒരാളുടെ ഇമോഷൻസിനെ വാല്യൂ കൊടുക്കുന്ന, ഒരാളുടെ ഇമോഷൻസിനെ എങ്ങനെ കാണണം, ഒരാളുടെ ഇമോഷനിൽ കയറി കളിക്കാൻ വേണ്ടി മാത്രമുള്ള നെഗറ്റിവിറ്റി ഇല്ലാത്ത പ്യൂർ സോളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹായിക്കുന്ന ഒരുപാട് എനർജീസ് ഉണ്ട്. പക്ഷെ ആ എനർജീസ് ഒന്നും നിങ്ങളുടെ ലൈഫിലോട്ട്, നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. എപ്പോഴും ഒരു ലോ എനർജി, അല്ലെങ്കിൽ എപ്പോഴും ഒരു എനർജി, ഒരു പീസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ ഡ്രസ്സിങ് രീതി, ചിലപ്പം നിങ്ങൾ മുണ്ടും ഷർട്ടും അങ്ങനെ ഇട്ട് നടന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിങ് രീതി നിങ്ങൾക്ക് മാത്രമുള്ള ഡ്രസ്സിങ് രീതി ആയിരിക്കും. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് എന്താ പറയുക, ഇപ്പോൾ ചുരിദാർ മാത്രം ഉടുത്ത് നടക്കുന്ന, അല്ലെങ്കിൽ സാരി മാത്രം ഉടുത്ത് നടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സിങ് രീതി മാത്രം ഉടുത്ത് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഡ്രസ്സിങ് രീതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ കോംപ്ലക്സോ കാര്യങ്ങളോ നെഗറ്റീവോ മറ്റൊരാൾ രക്ഷപ്പെട്ടാൽ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. പ്രാക്ടിക്കലായിട്ട് ലൈഫിൽ നന്നായിട്ട് ജീവിച്ചു പോകണം എന്നുള്ളതേ ഉള്ളൂ. ആരെയും നശിപ്പിച്ചിട്ട് വലിയ രീതിക്ക് എനിക്ക് എൻജോയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ആൾക്കാരായിട്ട് കാണുന്നില്ല. സക്സസ് വേണം, എല്ലാവർക്കും ഒരുപാട് സക്സസ് വേണം. അവരുടെ ഹാർഡ് വർക്കിനനുസരിച്ച് അവർ ലൈഫിൽ ജീവിച്ചു പോകണം. അവരുടെ പോസിബിലിറ്റി എന്താണോ, അവരുടെ ഡിവൈൻ സപ്പോർട്ട് എന്താണോ, അതിനനുസരിച്ച് അവർ പോട്ടെ എന്നുള്ളൊരു വ്യക്തിയാണ്. പ്യുവർ സോളാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എനർജീസ് സംരക്ഷിക്കാനുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ എന്ത് ഇഷ്യൂസിൽ പെട്ട് കിടന്നു കഴിഞ്ഞാലും അവിടെ നിന്നൊക്കെ ഏതെങ്കിലും മനുഷ്യന്മാർ വഴിയായാലും ദൈവങ്ങളായിട്ട് രൂപപ്പെട്ട് നിങ്ങളെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള എനർജി പ്രാകൃതമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ വളർത്തിയ സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് കണ്ടുപിടിച്ച് വളർന്ന സിറ്റുവേഷൻസ് അതായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ആക്കി മാറ്റിയതായിരിക്കാം. ബട്ട് എന്ത് തന്നെയായാലും നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്ന ഏഞ്ചൽസ് ഫെമിനിൻ എനർജീസാണ്. ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം, നിങ്ങളെ ഒരുപാട് ദൈവം സഹായിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയുകയും ചെയ്യാം. ഭയങ്കരമായിട്ടുള്ള സെൽഫ് കൺട്രോളുള്ള ആൾക്കാരാണ്. സെൽഫ് കൺട്രോൾ എന്തിനേയും പിടിച്ചു നിർത്താൻ പറ്റും. എത്ര വലിയ സിറ്റുവേഷനിൽ നിന്ന് കഴിഞ്ഞാലും, എത്ര വലിയ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും അത് ഹാപ്പി ആയിട്ട് ചുമ്മാ അത് ഈ സമയം വരേണ്ടതാണ്, അത് നെഗറ്റീവാണ്, പോസിറ്റീവാണ്, എല്ലാത്തിനും അറിയാൻ പറ്റും. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വല്ല ഈവിളയോ നെഗറ്റീവോ സിറ്റുവേഷൻസോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റത്തേക്ക് തിരിച്ചടിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് തേക്കാൻ ഭയങ്കര പാടാണ്. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 2 ആയുധമുണ്ട്. ഒന്ന് പക്ക നെഗറ്റീവും, ഒന്ന് പക്ക പോസിറ്റീവും. നിങ്ങളെ ഒരു നെഗറ്റീവ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ നെഗറ്റീവിലൂടെ അവർക്ക് മറുപടി കൊടുക്കുന്ന ഒരുതരം ആൾക്കാരാണ് കാണുന്നത്. പ്രാക്ടിക്കലായിട്ട് ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ്മെൻറ്റ് ചെയ്ത് ലൈഫ് കളറാക്കി ജീവിച്ചു പോകുന്ന ഒരു കാറ്റഗറി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ഇവർ, ഭയങ്കര സക്സസ് ആയിരിക്കും, മറ്റുള്ളവർ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. നെഗറ്റീവിനേക്കാളും ഒരു പടി പോസിറ്റീവ് കൊണ്ട് ആ നെഗറ്റീവിനെ അടക്കി പിടിക്കാൻ പറ്റും. സെൽഫ് കൺട്രോൾ ഉണ്ട്. ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നെഗറ്റീവിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആ പോസിറ്റിവിറ്റി കൊണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് വ്യക്തമായിട്ട് പഠിച്ച ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത്. എല്ലാം പ്രാക്ടിക്കലായിട്ട് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. ഇമോഷണലി ഡൗൺ ആകും എന്നുണ്ടെങ്കിൽ പോലും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നും ഇവർക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും.
അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പുറം രാജ്യത്തോട്ട് പോകാൻ പറ്റും. ഒരുപാട് ഉയർച്ച ഉണ്ടാവും. എത്ര ഡൗണിലാണെങ്കിൽ പോലും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഉയർച്ച ഇവർക്കുണ്ടാവും. കാരണം ഈഗോ ഇല്ല, നെഗറ്റീവ് ഇല്ല, പോസസീവ്നെസ് ഇല്ല, അങ്ങനത്തുള്ള ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് കണ്ണേറോ കമ്പയറോ അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും വരാനുള്ള ചാൻസസേ ഉള്ളതായിട്ട് കാണുന്നില്ല. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പറയുന്ന ഇന്നറിനെ കുറിച്ചാണേ. നിങ്ങളുടെ പുറമേ കാണുന്ന നിങ്ങളെക്കുറിച്ചല്ല, നിങ്ങളുടെ ഇന്നറിൽ എന്താണെന്നാണ് ഞാൻ പറയുന്നത്. അതെനിക്കിവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ സോൾ എന്താണെന്നാണ് പറയുന്നത്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തീരുമാനം നെഗറ്റീവും വരും, പോസിറ്റീവും വരും. നിങ്ങളിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകാൻ നിൽക്കുന്നു, ഒരു മഴ പെയ്തു, എങ്കിൽ ഇന്ന് പോണ്ട എന്ന് തീരുമാനിക്കാൻ വേണ്ടി പാടില്ല. നല്ല മഴയത്ത് പോരുന്ന സിനിമ കാണാം ചായയും കുടിച്ചിരുന്ന്, അങ്ങനെ ചിന്തിക്കണം. മനസ്സിലായ? അയ്യോ മഴ പെയ്ത് അശുഭനമാണ് എന്നല്ല, ആ മഴയത്ത് പോരുന്ന സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പം ആ മഴ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്കൊരു കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. നെഗറ്റീവിന് പോസിറ്റീവ് കൊണ്ട് ഇതാക്കാം. പോസിറ്റീവാണ് ഇവിടെ കുറച്ചും കൂടെ ഇതായിട്ട് നിൽക്കുന്നത്. നെഗറ്റീവ് ശക്തി അത്ര ഒരു ഇതായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ നെഗറ്റീവ് ശക്തിക്ക് അത്ര ഒരു ഇമ്പാക്റ്റ് ഉള്ളതായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ പോസിറ്റീവ് ശക്തിക്കാണ് കൂടുതലും ഇത്. പക്ഷേ വേറെ കുറേ ആൾക്കാരാണെന്നുണ്ടെങ്കിലും, അപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നെഗറ്റീവ് ശക്തിക്കായിരിക്കും ഒരുപാട് ആൾക്കാർക്ക് ഇത് വരുന്നത്. ഒരുപാട് നോളജ് ഉള്ള വ്യക്തിയായിരിക്കും. നോളജ് എന്ന് പറയാൻ കാരണം നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കാം, നിങ്ങൾക്കൊരു അടിത്തറ ഇല്ലാത്ത വ്യക്തി ആയിരിക്കത്തില്ല. അതായത് നിങ്ങളൊരു ജോലി ചെയ്ത്, നിങ്ങളൊരു കരിയർ ചെയ്തു, നിങ്ങൾക്കൊരു ഫിനാൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തിനൊരു അടിത്തറ എന്ന് പറയുന്ന സാധനമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒന്നും നശിച്ചു പോകത്തില്ല. റിലേഷൻഷിപ്പിലൊക്കെ സംഭവിക്കും, അടിത്തറ പോകും. പക്ഷേ കരിയറിലൊന്നും ഒരു അടിത്തറ നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നില്ല. ഫൗണ്ടേഷൻ ഉണ്ട്, ചില കാര്യങ്ങൾ ഫൗണ്ടേഷൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മറ്റുള്ളൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾ മറ്റൊരാളെ കാര്യത്തിൽ ഇടപെടുന്ന ഒരാളായിട്ട് ഇവിടെ കാണുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കി, നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റിലേഷൻ, നിങ്ങളെക്കുറിച്ച് മാത്രം നോക്കിപ്പോൾ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവണം എന്നത് മാത്രമായിരിക്കും നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല ഡയമെൻഷൻ കാണാൻ പറ്റും, പല മിറാക്കിൾ കാണപ്പെടും. നിങ്ങളുടെ ലൈഫിലോട്ട് എത്തിപ്പെടുന്ന വ്യക്തികളും നിങ്ങൾക്ക് ഓരോ സൈനും കാര്യങ്ങളും കൊണ്ടുതരുന്ന വ്യക്തികളായിരിക്കും. സ്പിരിച്വൽ പരമായിട്ടും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളായിരിക്കും. പ്രത്യേക ഒരു ദൈവത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, പ്രത്യേക ഡിവൈൻ സപ്പോർട്ടുള്ള ആളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്കറിയായിരിക്കും എന്താണ് ആ ഡിവൈൻ സപ്പോർട്ടെന്ന്. ഒരുപാട് രാജ്യം സഞ്ചരിക്കേണ്ടി വരും, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഒരുപാട് ആൾക്കാർ, ഒരുപാട് ലൈഫ് മൊമെൻറ്റ്. ചില ആൾക്കാരുടെ ലൈഫിൽ വന്നിട്ട് ചില സിറ്റുവേഷൻസൊക്കെ നിങ്ങളെ ഇറക്കി വിടും. അതായത് നിങ്ങളുടെ ലൈഫിൽ അടുത്ത് പോവേണ്ട സിറ്റുവേഷൻസിൽ നിങ്ങൾ അതിൽ തന്നെ പെട്ട് കിടക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അതിൽ നിന്നും ഇറക്കി വിടാൻ വേണ്ടി ആൾക്കാർ വരും. അതിൽ തന്നെ കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾ. ഇനി എന്തൊക്കെ ഒന്നാലും വിട്ടുപോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ മാറി നിൽക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ അതിൽ നിന്നൊക്കെ ഇറക്കി വിടും ഡിവൈൻസ് വന്നിട്ട്. ഭയങ്കര പ്യുവർ സോളാണ്. കളി അറിയാമെന്നുള്ള ഒരാളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. എവിടെ എങ്ങനെ നിൽക്കണം എന്നറിയാമെന്നുള്ള ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കരമായിട്ടും ഇൻ്റലിജൻ്റ് ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞ് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞ് സംസാരിക്കാനും ഒരു, അതായത് ആൾക്കാരുടെ ഇടയിൽ ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന സാധനമില്ല. അതിപ്പോൾ എങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൾഗർ ഇമേജ് ഇല്ല നിങ്ങൾക്ക്, വൾഗറായിട്ടുള്ളൊരു ഇമേജ് ഇല്ല. എല്ലായിടത്തും പോയി സംസാരിച്ച് അങ്ങനെ വള്ളി പിടിക്കുന്ന ഒരാളായിട്ട് കാണുന്നില്ല. സ്വന്തം കാര്യം നോക്കി പോകുന്നു. ആരെങ്കിലും സംസാരിക്കാൻ വന്നാലും വലിയ സംസാരപ്രിയനൊന്നും അങ്ങനെ ആയിട്ടൊന്നും കാണുന്നില്ല. സേഫ് സോണിൽ സംസാരിക്കുക, അല്ലാണ്ട് ഇങ്ങനെ ചില ആൾക്കാരെ കണക്ക് അളിയ മച്ചൻ അല്ല അങ്ങനെ മച്ചൻ ബി എന്നൊക്കെ അങ്ങനെ ഒരു സംഭവമായിട്ട് കാണുന്നില്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാലും അതിലേത് സെലക്ട് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം. ഇപ്പം നിങ്ങൾക്കൊരു മാരേജ് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ നിങ്ങളെ ഇഷ്ടപ്പെടും.
നിങ്ങളായിരിക്കും വേണ്ടാന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞിട്ട് പോകുന്നത്. റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരുപാട് റിലേഷൻ വരും നിങ്ങൾക്ക്. നിങ്ങളായിരിക്കും അത് വേണ്ടെന്ന് പറയുന്നത്. അപ്പം ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയറിനേക്കാളും ബെറ്റർ റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ വരും. അത് നിങ്ങൾ എപ്പോഴെങ്കിലും സൂക്ഷിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തുള്ള വ്യക്തി വന്ന് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഭയങ്കര ബെറ്റർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പോകും, അത് വേറെ കാര്യം. പക്ഷേ ഉണ്ടാവുന്ന സമയത്ത് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. നിങ്ങളെ കാണാത്ത ലോകം കാണിക്കും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. ഭയങ്കര കെയർ നിങ്ങൾക്ക് തരും. നിങ്ങളൊരു രാജകുമാരീനെ പോലെയൊക്കെ സംരക്ഷിക്കും. പക്ഷേ പിന്നീട് അതെങ്ങനെ പോകുമെന്ന് പറഞ്ഞൂടെ. രാജകുമാരിയുടെ കസേരയൊക്കെ തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അത് പിന്നെ എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെയാണ്, ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ്. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ഹ്യൂമർ കിടപ്പുണ്ട്. ഒരുപാട് തമാശ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ട് തമാശ ആസ്വദിക്കുന്ന ആളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കോമഡി പറയില്ലായിരിക്കാം, പക്ഷേ കോമഡി പറയുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കൂടുതലും റിലീഫ് ചെയ്യുന്നത് കോമഡി പടങ്ങൾ, കോമഡി അങ്ങനത്തെ ആയിട്ട് ആൾക്കാരായിരിക്കാം. കോമിക്കായിട്ടുള്ള പുസ്തകങ്ങൾ, കോമിക്കായിട്ടുള്ള സിറ്റുവേഷൻസ്, തമാശ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ മുഷ്ടി പിടിച്ച് എനിക്കൊന്നും ഇഷ്ടമല്ല അങ്ങനത്തെ ഒരാളല്ല. അതിന് വേണ്ടിയൊക്കെ നിങ്ങളുടെ കൂടെ ആൾക്കാരും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങൾ തമാശ കൊണ്ടായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ കമ്പനി ആവുന്നത്. തമാശ പറയുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങളും അതുപോലെ തന്നെ തമാശ പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കര ഡീസൻ്റാണ്. ഡീസൻ്റ് എന്ന് പറയുന്നത് സ്പിരിച്വൽ പരമായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. മറ്റാടുത്തും ഒന്നും തുറന്നു പറയത്തില്ല. നിങ്ങളുടെ സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചിരിക്കും. മറ്റേ ആൾക്കാരെ ലൈഫിലോട്ട് അടുപ്പിക്കത്തില്ല. നിങ്ങളുടെ ഓറ നിങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഓറയ്ക്കകത്ത് മറ്റൊരാൾക്ക് വന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഒരു നല്ലൊരു പൊസിഷനിലിരിക്കുന്ന, നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന, നല്ലൊരു സമൂഹത്തിൽ കുറച്ച് വാല്യൂവും കാര്യങ്ങളും എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്ന, എന്നാൽ എൻജോയ്മെൻറ്റും കരിയറിൽ അങ്ങനത്തെ ഒരു സംഭവം വേണം എന്ന്, എല്ലാത്തിനും ഡിസിപ്ലിനുള്ള, കറക്റ്റ് പറയുകയാണെങ്കിൽ അത് തന്നെയാണ്, ഡിസിപ്ലിൻ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിട്ട് കാണാൻ വരുന്നുണ്ട്. നിങ്ങൾ മക്കളെ വളർത്തുന്നത് നിങ്ങൾക്ക് ഫ്യൂച്ചറും എങ്ങനെ ആവണം എന്നുള്ളൊരു കരിയർ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങളെ കൂടുതലും പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടും, ഭയങ്കര ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ളത്. പിന്നെ കാണാൻ പറ്റുന്ന പ്രസന്നതയാണ്. നിങ്ങൾക്ക് എത്രയോ ഏജ് ഉണ്ടായിക്കൊണ്ട് പോട്ടെ, നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടാലും നിങ്ങൾക്കത് ചേരും. നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് 50 60 വയസ്സിൽ മറ്റേ പാവാടയും അതുകൊണ്ട് ഇട്ടുകൊണ്ടൊന്നും നടക്കരുത്. ഓക്കെ, അത് കണക്ക് തന്നെ ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ 50 വയസ്സിൽ എന്താണ് എല്ലാ കൊച്ചു പിള്ളേരിടുന്ന അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടുകൊണ്ട് നിക്കറൊന്നും ഇട്ടുകൊണ്ട് നടക്കലും. ഓക്കെ, അല്ല ബോയ്സിന് ഇടുന്നത് തന്നെ കുഴപ്പമില്ല, ഗേൾസിനും ഇടാം, അവിടെ കുഴപ്പമില്ല. ഓക്കെ, അത് ജസ്റ്റ് ഒരു തമാശ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് ആ ഒരു പൊസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വഴങ്ങും. എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്, ഏത് സിംഹാസനത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത്, എന്ത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത്, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വഴങ്ങും. എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഫിലിം ഫീൽഡിലാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നിങ്ങൾക്കിങ്ങനെ വഴങ്ങിക്കൊണ്ടിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങളൊരു കഥാകൃത്താണ്. നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതെടുക്കാൻ പറ്റും. ഓരോ ഡോറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. ഒന്നും വേണ്ട, നിങ്ങൾ സ്പിരിച്വൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, സ്പിരിച്വാലിറ്റിയിലുള്ള ആൾക്കാരാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. ഓരോ ഡോർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് മിറാക്കിളും ഒരുപാട് അത്ഭുതങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഇന്നർ സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക്. ഇന്നർ സ്ട്രെങ്ത് മാത്രമല്ല, എന്താ പറയുക,
ഒരുപാട് ജെന്യുവിനായിട്ട് മറ്റൊരാൾക്കാരെ എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാരാണ്. മറ്റൊരാളുടെ കഴിവ് അത് സത്യസന്ധമായിട്ടുള്ള കഴിവാണെന്നുണ്ടെങ്കിൽ അതിന് മനസ്സുകൊണ്ട് എൻകറേജ് ചെയ്യും. ഒരു പാട്ട് കേൾക്കുകയാണ്, ലൈവായിട്ടൊരു പാട്ട് കേൾക്കുകയാണ്, അത് മനസ്സുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അത് അപ്രിസിയേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ കുറച്ച് ഏജ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ആൾക്കാർ ഫുള്ള് കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ കൂട്ടുകൂടുന്നത്, നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ഇവരെയൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. എൻകറേജ് ചെയ്യിപ്പിക്കും. അല്ലാണ്ട് എടാ അത് ചെയ്യരുത് അങ്ങനെ പറയുന്ന ഒരാൾക്കാരല്ല. മോനെ അത് ചെയ്യൂ, അത് നിനക്ക് പറ്റിയതാണ്, അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനത്തെ ഒരു തോന്നലുണ്ട്. ഓക്കെ, ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, അത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ലൂപ്പിലാണ് പോകുന്നത്, അതെനിക്ക് മനസ്സിലായി എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇപ്പം എന്താ പറയുക, ഒരു കൃഷി നടത്തുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടോ ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ഹാർഡ് വർക്കിനനുസരിച്ച് അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഡിവൈൻ ഭയങ്കരമായിട്ടും തയ്യാറാകും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. മറ്റുള്ളവർ നിങ്ങൾ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? നിങ്ങളെ എന്താ പറയുക, കൂടുതലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് കംപ്ലീറ്റ് ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം നമുക്ക് അടുത്തായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകും. രണ്ടാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. അപ്പോൾ ഫസ്റ്റ് പൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് തന്നെയാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. സെക്കൻഡ് പൈൽ, ഈ ഒരു പൈല്. ഓക്കെ, അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പൈൽ, യെസ്, രണ്ടാമത്തെ പൈൽ എന്ന് പറയുന്നത് നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത്, ഇപ്പം നമ്മൾ ഒരു മാജിക്കൽ ശക്തിയുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയും എന്താണ്, ആ വ്യക്തിയുടെ കയ്യിൽ എന്തോ ഒരു പവറുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ എന്തോ ഒരു മാജിക്കൽ സംഭവം കയ്യിലിരിപ്പുണ്ട്, എന്തോ ഒരു അതീവമായിട്ടുള്ളൊരു ശക്തി ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, എന്തോ ഒരു തേജസ്. ഒന്നുകിൽ അത് നോളജ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആളുടെ ഇൻറ്റ്യൂഷൻസ് ആയിരിക്കാം. ബട്ട് എന്തോ ഒരു സാധനം, നമ്മൾ പറയും ഒരു ഡിവൈനിറ്റി, ഒരു പ്രസൻസ് നിങ്ങളിലുണ്ട്, എന്തോ ഒരു സാധനം നിങ്ങളിലുണ്ട് എന്ന് പറയുന്ന ഒരു മാജിക്കൽ പരമായിട്ടുള്ളൊരു സംഭവം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടും നിങ്ങളൊരു വണ്ടറായിട്ടാണ് കാണുന്ന, ഒരു സക്സസ്ഫുൾ പേഴ്സണലായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു കുറച്ച് ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തോ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒരു എനർജി ആയിരിക്കാം. മേ ബി കുറേയധികം ആൾക്കാർക്ക് നിങ്ങളുടെ എനർജി ആയിരിക്കാം, നിങ്ങളുടെ മനസ്സായിരിക്കാം, നിങ്ങളുടെ പ്യുവർ ഹാർട്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. നിങ്ങൾ രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ചുറ്റും ഉള്ളതായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഒരു അപ്പിയറൻസ് ഉണ്ട്. മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രൊഡക്ഷൻ നടത്തുമ്പം, അല്ലെങ്കിൽ ഒരു സംവാദം നടത്തുന്ന സമയത്ത് നിങ്ങൾ കാണിക്കുന്ന ഒരു അപ്പിയറൻസ്, അത് ഭയങ്കരമായിട്ടും മറ്റുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആൾക്കാരെ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ്. ഇവിടെ കാണിക്കുന്ന ഒരു മേജർ സംഭവം എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാലും അത് നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് തന്നെ നടക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, മേ ബി നിങ്ങളൊരു ടാരോട്ട് കാർഡ് റീഡർ ആവണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കാവാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെടുത്ത സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി തുടങ്ങും. അതായത് നിങ്ങളൊരു എക്സാമ്പിൾ, ഒരു
ഇപ്പോൾ ഒരു കാർ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആ കാർ നിങ്ങളുടെ ലൈഫിലോട്ട് അൺലോക്ക് ആക്കാൻ എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ആവശ്യം, അതൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. പോകുന്ന സമയത്ത് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കാർ കിടപ്പുണ്ട് നോക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് സെറ്റാവും, അല്ലെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട സാധനങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുകയാണ്, എനിക്ക് ഇന്ന കാര്യം ചെയ്യണം നാളെ മുതൽ, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി തുടങ്ങും. കാരണം ഇത് ഇറ്റ്സ് എ ഡിവൈൻ. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ ലൈഫിലൊരു സംഭവം കിടപ്പുണ്ട്, അത് നിങ്ങൾ അൺലോക്ക് ആക്കി നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ലൂപ്പ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു സ്ഥാപനത്തിലിരിക്കുന്ന സമയത്ത്, നിങ്ങളൊരു ബിസിനസ് ഇട്ടിരിക്കുന്ന സമയത്ത്, നിങ്ങളൊരു ജോലി ചെയ്യുന്ന സമയത്ത്, അവിടെ എന്തൊക്കെയാണോ നടക്കുന്നത്, അവിടെ എന്ത് സിറ്റുവേഷൻസ് ആണോ നടക്കുന്നത്, അവിടുത്തെ എനർജിയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്ന ഒരു തരം ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നത്. അവിടുത്തെ ആൾക്കാരെ മൊത്തം നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലാക്കാനും പറ്റും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾ കയ്യിലാക്കിയതിന് ശേഷം ബാക്കിയുള്ളവർ നിങ്ങളെ കയ്യിലാക്കോ എന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നതിനേക്കാളും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലൊരു സ്ഥാനം പെട്ടെന്ന് പിടിച്ചു പറ്റുന്ന ഒരു തരം ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്ന, ജസ്റ്റ് നടന്നു പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഓറ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ ഒരു സ്മെല്ല്, ഇതൊക്കെ ഭയങ്കരമായിട്ടും ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങളുടെ ഒരു നോട്ടം, ഇതൊക്കെ ഭയങ്കരമായിട്ടും ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പൊതുവേ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യപ്പെട്ടു പോകുന്ന വ്യക്തികളാണെങ്കിൽ തന്നെ നിങ്ങളെ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട്, ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഫിസിക്ക്, ചില അപ്പിയറൻസ്, ചില ആറ്റിറ്റ്യൂഡ്, ചില സിറ്റുവേഷൻസ്, ഹാൻഡിൽ ചെയ്യുന്ന രീതി, അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്തായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ബേസ് വെച്ചിട്ടായാലും ഒരുപാട് ക്യാരക്ടറൈസേഷൻ നിങ്ങളെപ്പോലെ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് കുറേയധികം ആൾക്കാർ. അങ്ങനത്തെ ഉള്ളൊരു സംഭവമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങളുടെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ കൊളീഗ്സ് ആയിരിക്കാം. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നത്. കൂടുതലും എന്താ പറയുക, ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവരെ നിങ്ങളങ്ങനെ ഹെൽപ്പ് ചെയ്യേ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അവർ നിങ്ങളടുത്തോട്ട് ഭയങ്കരമായിട്ടും കാര്യങ്ങൾ സംസാരിച്ച് വരുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങളുടെ ലൈഫിലോട്ട് ഭയങ്കരമായിട്ടും വരുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കുറേയധികം ആൾക്കാർക്ക് സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ആ സ്പിരിച്വൽ പരമായിട്ടുള്ള ഇൻസിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നെഗറ്റീവ് ശക്തികൾ, ചില കണ്ണേർ, കമ്പയർ, അതുപോലെ തന്നെ എന്താ പറയുക മാടൻ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ആ ഒരു ലൂപ്പിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. നെഗറ്റീവ് എനർജി നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ അടുത്തോട്ട് വരും. കാരണം നിങ്ങൾക്ക് അത്രയും എനർജി ഉണ്ട്, നിങ്ങൾ അത്രയും കഴിവുള്ള വ്യക്തികളാണ്, നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്പിരിച്വൽ പരമായിട്ടുള്ള പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പരമായിട്ടുള്ള ശക്തികൾ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപയോഗം വരാൻ വേണ്ടിയിട്ട് മനസ്സിലൊന്നും വെക്കത്തില്ല. ആ ഒരു കാറ്റഗറി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് എല്ലാം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജർലി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര റൊമാൻറ്റിക്കാണ്. നിങ്ങൾ കംഫർട്ട് സോണിലാവുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര അഡിക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ ഗാർഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നൊരു നിങ്ങൾക്ക് എന്തൊക്കെയോ ഹിഡൻ ടാലൻറ്റുകളുണ്ട്. സ്പിരിച്വൽ പരമായിട്ടുള്ള സംഭവങ്ങളായിരിക്കാം, നിങ്ങളുടെ ഗുരുപരമായിട്ട് കിട്ടിയ സംഭവങ്ങളായിരിക്കാം, ബ്ലഡ് ലൈൻ, ഈവൻ നിങ്ങളുടെ ജീന് പരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പിതൃക്കന്മാർ വഴി കിട്ടിയ എന്തൊക്കെയോ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഇത് അല്ലെങ്കിൽ ഈ കാണുന്ന വ്യക്തികളിൽ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഫ്യൂച്ചറിലോട്ട് എത്തിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ അപ്പൂപ്പനോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചെയ്ത ഒരു ഹിഡൻ ടാലൻറ്റ് നിങ്ങൾക്ക് തുറന്നു വരാനും, അല്ലെങ്കിൽ റേക്കി പോലുള്ള എനർജീസ് നിങ്ങൾ ഫ്യൂച്ചറിൽ വെച്ച് കളിക്കാനുള്ള ഒരു ഇതായിട്ട് കാണാം. നിങ്ങൾക്ക് ഭയങ്കര ഓറയായിരിക്കും, ഭയങ്കരമായിട്ടുള്ളൊരു ഓറ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എനർജി വെച്ചിട്ടൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ടും ചെയ്യുന്ന ഒരു കാറ്റഗറി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇപ്പം റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതിന് ശേഷമായിരിക്കും ആ വ്യക്തിയുടെ ലൈഫ് ഭയങ്കരമായിട്ടും സക്സസ് ആയത്. അതിനുശേഷം നിങ്ങളെ നശിപ്പിച്ച് ഇപ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ തന്നെ നിങ്ങൾ ചെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ കടന്ന് ചെന്നതിന് ശേഷമായിരിക്കണം ഒരു വ്യക്തിയുടെ ലൈഫ് ഭയങ്കര നിങ്ങൾ ചെന്ന് കയറുന്ന വീടോ അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് കയറുന്ന സ്ഥലമോ നിങ്ങൾ ചെല്ലുന്ന കയറുന്ന സിറ്റുവേഷൻസോ എന്തും അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സക്സസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം നിങ്ങളുടെ എനർജി എത്രത്തോളം വാല്യൂ ഒരു നിഷ്കളങ്കമായിട്ടുള്ള മാജിക്കൽ എനർജിയാണ്. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങളൊരു ലോക്ക് ഇട്ട് നിർത്തുക. പക്ഷേ അത് നിങ്ങളെ നശിക്കത്തില്ല. കാരണം അത് ഫൗണ്ടേഷനുള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾക്ക് ഈ ജന്മം കിട്ടിയില്ല. കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഏതോ ഒരു ജന്മം നിങ്ങൾ സഫലമാക്കിയ ആ ഒരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങളെ കൈവിട്ട് പോകത്തൊന്നുമില്ല. നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും ഒരു എനർജി. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തകർച്ച വരുന്നത്, നിങ്ങളുടെ കരിയർ നഷ്ടപ്പെടുന്നത് റിലേഷൻഷിപ്പിലായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, കരിയർ, നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വരുന്ന സമയത്താണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് കൊടുത്ത് ആ വ്യക്തിയുടെ കയ്യിലോട്ടാകും. അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടാകുന്നുണ്ട്. ഈവൻ ഇമോഷണൽ പരമായിട്ടുള്ള സിറ്റുവേഷൻസ് വരെ നിങ്ങൾക്ക് നഷ്ടമാകും. കാരണം നിങ്ങൾ പൂർണ്ണമായിട്ടും ആ വ്യക്തിയിലോട്ട് സറണ്ടർ ആവും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വരുന്ന വ്യക്തി അതൊരു അത് ഏത് കാറ്റഗറിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അത് എന്ത് ബേസിലാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റുന്നൊരു കാറ്റഗറി ആയിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ എനർജിയും കാര്യങ്ങളും എല്ലാ സംഭവം കാണും. പക്ഷേ പെട്ടെന്ന് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് വിഷമിപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഭയങ്കര കാണുന്ന പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ നിങ്ങളെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഭയങ്കര ഡെഡിക്കേഷനുള്ള ഒരു തരം ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഇറങ്ങുന്നത് അത് ഭയങ്കരമായിട്ടും ഡെഡിക്കേറ്റ് ചെയ്ത് അതിലോട്ട് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു കാറ്റഗറി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഒരു വണ്ടർഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കും. പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് ഈവൻ തേർഡ് ഐ ഓപ്പൺ ആവുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് ബ്ലെസ്സിങ്സ് ആയിരിക്കാം. ഇപ്പോൾ റേക്കി അതുപോലത്തുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കാം. പുതിയ ആൾക്കാരെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ അടുത്തൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കയറാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി അടുത്തതായിട്ട് സഡൻലി തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു വ്യക്തി കടന്നു വരാൻ വേണ്ടിയിട്ടും നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സഡൻലി വന്ന് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജർലി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഹെൽത്ത് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മോശപ്പെടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്താണ്. അതായത് ഇപ്പം നിങ്ങളെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവർക്കറിയാം നിങ്ങൾ പെട്ടെന്ന് നശിക്കുമെന്ന്. അല്ലെങ്കിൽ നിങ്ങളത് ഇമോഷണലി ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവായിട്ട് ചിരിക്കും എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്യുവറായിട്ടാണ്, ഭയങ്കര ഫ്രഷ്യസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ കയ്യിലൊരു എനർജി ഉണ്ട്, നിങ്ങളുടെ കയ്യിലൊരു പവറുണ്ട്. നിങ്ങളുടെ മനസ്സായിരിക്കാം, നിങ്ങളുടെ പ്യുവറായിട്ടുള്ളൊരു സോളായിരിക്കാം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡായിരിക്കാം. ഇതൊക്കെ ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഡിവൈൻ സ്പിരിറ്റാണ്. ഒരുപാട് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനും ഇപ്പം വേറൊരാൾക്ക് അങ്ങനത്തെ ഒരു കഴിവില്ല. അതായത് ഒരാൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ കൂടി നിങ്ങളുടെ ഓറയിൽ കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലായി കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്ന ഓറ അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന മാനിഫെസ്റ്റേഷൻ സ്കില്ല് ഓൾമോസ്റ്റ് ആ വ്യക്തിയുടെ കയ്യിലും പോകും. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടാകും. ഏത് സമയത്തും നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കി പോകാൻ പറ്റും. ഹിഡൻ ടാലൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. എന്ത് കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലും അത് നിങ്ങൾക്കൊരു വാശിയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പാടായിരിക്കും. ഒന്ന് ഫോർഗീവ് ചെയ്ത് കളയത്തില്ല നിങ്ങൾ. അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിനെ തിരിച്ചൊന്നും ചെയ്യത്തില്ലെന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ടറിയാം. ഇപ്പം നിങ്ങളുമായിട്ട് കമ്പനി അടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൂട്ടുകൂടുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് ചെയ്തു, അത് നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, ആരുമായിരിക്കാം.
പക്ഷേ നിങ്ങൾ തിരിച്ചൊന്നും ചെയ്യില്ല എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളെ മുതലാക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാരായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വന്ന് കയറി പെട്ടെന്ന് സിമ്പിളായിട്ട് ഇറങ്ങി പോകാൻ പറ്റും എന്നുള്ളതും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. കൂടുതലും നിങ്ങൾ എന്താ പറയുക, എർത്ത് സൈനാണ്. എർത്ത് സൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിരിക്കും. ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി എന്തു പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് വേദവാക്യമാണ് എന്നുള്ളൊരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ട്രസ്റ്റ് ചെയ്യലും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഭയങ്കര ഫണ്ണി ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡെവലപ്ഡ് ആണ്. അതായത് പ്രാക്ടിക്കൽ ലൈഫിലും സ്പിരിച്വൽ ലൈഫിലും മെറ്റീരിയൽ ലൈഫിലും ഒരേ കണക്ക് സക്സസ് ഉണ്ടാവണം എന്നാഗ്രഹിച്ച് നിൽക്കുന്ന ഒരു തരം വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർ പെട്ടെന്ന് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഭയങ്കര ഹാർഡ് വർക്കറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സിറ്റുവേഷൻസിലൊക്കെ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കറായിരിക്കും. ഇപ്പം നിങ്ങളൊരു കടയിലോ ഷോപ്പിലോ അല്ലെങ്കിൽ നഴ്സായിട്ടോ എവിടെയാണ് ജോലി ചെയ്യുന്നത്, വേറൊന്നും ചിന്തിക്കത്തില്ല. അതിൻ്റെ മേളിലെന്താണ്, അതിൻ്റെ താഴെ എന്താണെന്ന് ചിന്തിക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ട സാധനം നിങ്ങൾ അവിടെ നിന്ന് അട്രാക്ട് ചെയ്ത് നിങ്ങൾ ജോലിയും ചെയ്ത് പൈസയും മേടിച്ചുകൊണ്ട് പോകും എന്നുള്ളൊരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ബിസിനസ്സിലാണ് എന്ത് സിറ്റുവേഷനാണ് നിൽക്കുന്നത്, നിങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറക്കി വിടുന്നതായിട്ട് കാണത്തില്ല. നിങ്ങൾ ഏത് ജോലിക്ക് കയറി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും നിങ്ങൾ അവിടെ സെലക്റ്റഡ് ആകും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ജോലിയിൽ പാഷനറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കരിയറാണോ സെലക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഉതകും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിന് പുറമെ നിങ്ങൾ ഒരു കൃഷി നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു വിത്തിട്ടാൽ തന്നെ അത് മുളച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബലം തരാൻ വേണ്ടിയിട്ടുള്ള കൈകൾക്ക് വാല്യൂ ഉണ്ട്. അത്രത്തോളം പ്യുവറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ, ഒരാൾ വന്നിട്ട് മാങ്ങ കാണിച്ചിട്ട് അത് തേങ്ങയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ വിശ്വസിക്കും. അത് മാനിപ്പുലേഷനാണ്. ചില മാനിപ്പുലേഷൻസ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളടുത്ത് ചെയ്യാൻ പറ്റും. അത് നിങ്ങളടുത്ത് അത്രയും അഡിക്റ്റഡായി നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില ഫയർ എനർജിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയർ എനർജിയും വാട്ടർ സൈനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ രണ്ടും കൂടെ ചേർന്നിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടൊന്നും പോകാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ അങ്ങനെ എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എർത്ത് സൈൻ ആയതുകൊണ്ട് തന്നെ ഡിവൈൻ നിങ്ങളെ സംരക്ഷിക്കും. കാരണം ലൈറ്റിംഗ് എനർജി ഇവിടെ കിടപ്പുണ്ട്. ലൈറ്റ് എനർജി നിങ്ങളും തമ്മിലാണ് ഭയങ്കരമായിട്ടും കയറുന്നത്, സക്സസ് ആവുന്നത്. ഓക്കെ, അപ്പം ഭയങ്കരമായും ഒബ്സർവേഷനുള്ള ആൾക്കാരായിരിക്കും. എന്ത് കാര്യത്തിലാണോ ഇറങ്ങുന്നത് അതിൽ ഭയങ്കരമായിട്ടും ഉള്ളൊരു ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും. എന്തും പേഷ്യൻ്റായിട്ട് കാമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. കൂടുതലും ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരായത് കൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ പറയും, എടാ നീ എന്തുകൊണ്ടത് ട്രസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നീ എന്തുകൊണ്ടത് വിശ്വസിക്കുന്നു. എന്താ പറയുക, ബാക്കിയുള്ളവർക്ക് പരിചിതമല്ലാത്ത ചില സംഭവങ്ങൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ബാക്കിയുള്ളവർക്ക് ദഹിക്കാത്ത സംഭവങ്ങൾ നിങ്ങൾക്ക് ദഹിക്കും. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു കഴിവുള്ളത് കൊണ്ട് തന്നെ ചില ആൾക്കാരുടെ ഇന്നർ, ചില ആൾക്കാരുടെ ഇൻറ്റൻഷൻ, ചില ആൾക്കാരുടെ ലൂപ്പ്, ചില ആൾക്കാരുടെ സ്വഭാവമൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് സംതിങ് ബെറ്റർ ആയിട്ടുള്ള രീതിയിലായിരിക്കും ആൾക്കാർ നിങ്ങളെ ചൂസ് ചെയ്യുന്നത്. ചില പേടിയുള്ളൊരു സിറ്റുവേഷൻസും ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ച്. എന്ത് കാര്യങ്ങളും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും. അതായത് ഇപ്പം നിങ്ങൾക്കൊരു ജോലി വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസാണ്. നിങ്ങൾക്കൊരു ജോലി ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ കോംപ്രമൈസ് അല്ലെങ്കിൽ പുതിയൊരു ജോലി വന്നു, ഒരു ഇൻ്റർവ്യൂ വന്നു എങ്കിൽ നിങ്ങൾ പഴയ ഉള്ള ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ജോലിയിലോട്ട് കയറാൻ പറ്റും. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൽ നിങ്ങളെ പല കാര്യങ്ങളും ഏൽപ്പിക്കും, പല കാര്യങ്ങളും നിങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടി എടുക്കും. എക്സാമ്പിൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിലിപ്പം 1 ലക്ഷം രൂപയുള്ളൂ. ആ 1 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ
വേറൊരാൾ പറയണം നിങ്ങൾക്ക് യു കെ പോകാൻ പറ്റും എന്ന് പറയണം, എങ്കിൽ നിങ്ങൾ ആ 1,00,000 രൂപ കോംപ്രമൈസ് ചെയ്തിട്ട് യു കെ പോകാനുള്ള പരിപാടി നോക്കും. കാരണം നിങ്ങൾക്കത് മനസ്സിലായി, ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും. ഈ 1,00,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് യു കെ പോയിട്ട് 10,00,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. ബിസിനസ് മൈൻഡ് അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ബിസിനസ്, കരിയർ, ഫിനാൻസ് ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കുറച്ച് ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒരുപാട് പണം അതുവഴി കിട്ടും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും സെൽഫ് കൺട്രോൾ ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ പേഷ്യൻസ് ഭയങ്കരമായിട്ടും കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഹീലിംഗ് എനർജിയാണ്. നിങ്ങളടുത്ത് ഒരു വ്യക്തി വന്ന് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു വ്യക്തി നിങ്ങളടുത്ത് വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു ഹീലിംഗ് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങളങ്ങനെ ആരുടെ പോകുന്നതായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഒരു ഡൗൺ ആവുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ അടുത്തോട്ട് ആൾക്കാർ വരും, സംസാരിക്കും, പക്ഷേ അവരതങ്ങ് ഹീലായി പോകും. അത് വാട്ടർ സൈൻ ആയാലും ഫയർ സൈൻ ആയാലും എർത്ത് സൈൻ ആയാലും ഏത് സൈൻ ആയാൽ പോലും അവർക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ തറയിൽ നിൽക്കാൻ പഠിച്ച ഒരുപാട് അനുഭവങ്ങളുള്ള ഫൗണ്ടേഷൻ ഉള്ളൊരു വ്യക്തിയാണ്. അടിത്തറ ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ എന്ത് കാര്യത്തിലും നിങ്ങൾ നശിച്ചു പോകത്തില്ല. ഒരുപാട് സക്സസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. യൂണിവേഴ്സിലുമായിട്ടും പല എലമെൻസുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എനർജി കിട്ടുന്ന വേ എവിടെ നിന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എനർജി കാണുന്നുണ്ട്. സോളാർ എനർജി ഭയങ്കരമായിട്ടും കിട്ടുന്ന ഒരുതരം ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് രാവിലെ തൊട്ട് ഉച്ച വരെ ഭയങ്കരമായിട്ടും ഹൈ എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഭയങ്കര ഡൗൺ ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഹൈ എനർജി, സോളാർ എനർജി ഒരുപാടുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ട് നിങ്ങളെ അളക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാരുടെ മനസ്സിലൊരു ധാരണ ഉണ്ട്, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഭയങ്കര ജാടയാണ്, നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ലുക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അടുത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസാണ്, നിങ്ങൾ ഇന്ന കമ്പനിക്കാരുടെ അടുത്ത് മാത്രമേ കൂടുള്ളൂ, എനിക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്, അവരുമായിട്ട് മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ, എൻ്റെ പരിധി ഇതാണ്, അല്ല അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങളടുത്ത് സംസാരിക്കാണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുമായിട്ട് അടുക്കുന്ന സമയത്ത് നിങ്ങൾ കൂടെ വേണം, നിങ്ങൾ ഒപ്പം വേണം, ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ഉള്ള തീരുമാനങ്ങളെടുത്ത് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവൻ ചില ഫ്രണ്ട്സ് ആയിരിക്കാം, ചില ആൾക്കാരൊക്കെ നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ട്, നിങ്ങളുടെ ലുക്ക് കണ്ടിട്ട്, നിങ്ങളുടെ ഫേസ് കണ്ടിട്ട് നിങ്ങളെ വിലയിരുത്തിയിട്ട് വന്നതിന് ശേഷം നിങ്ങളടുത്ത് തന്നെ തുറന്ന് പറഞ്ഞണം, ഞാൻ വിചാരിച്ച കണക്കൊരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച കണക്കൊരു എനർജിയോ അല്ല, ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ തൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ട് സോൺ തോന്നുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള എനർജി തോന്നുന്നുണ്ട്, ഭയങ്കര എന്താ പറയുക അട്രാക്ഷൻ തോന്നുന്നുണ്ട് എന്നൊക്കെ തോന്നേണ്ട സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ക്ഷമാശീലരായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഉച്ചിയിൽ തീയിട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ തിരിച്ചടിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ശാന്തശീലരായിരിക്കും. തലയ്ക്ക് വന്നിട്ട് മാക്സിമം നിങ്ങൾ ക്ഷമിക്കും. പക്ഷേ പരിധി വിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പവർ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കും. ആ വിഷമം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പെയിൻ ഉണ്ടാക്കും. നിങ്ങൾ വിഷമിക്കത്തേ ഉള്ളൂ, അല്ലാണ്ട് മറ്റുള്ള അടിക്കണോ പിടിക്കാൻ അങ്ങനെയൊന്നും പോകത്തില്ല. അത് ഫ്യൂച്ചറിൽ അവർക്ക് കർമ്മമായിട്ട് കിട്ടും. അതാണ് ഈ എർത്ത് സൈൻ്റെ വാട്ടർ സൈനും കൂടെ ചേർന്നൊരു സൈനാണ് കേട്ടോ. ഒരു ഏഞ്ചലാണ്, പക്ഷെ ആരെയും ഉപദ്രവിക്കാത്ത ഒരു ഏഞ്ചലാണ്. ആരെയും വിഷമിപ്പിക്കത്തില്ല, ഇപ്പം തെറി വിളിക്കത്തില്ല, അങ്ങനത്തെ സംഭവ കാര്യങ്ങളൊന്നുമില്ല. ആരെങ്കിലും ദ്രോഹിച്ചു കഴിഞ്ഞാലും എവിടെയെങ്കിലും പോയിരുന്ന് ചിന്തിച്ച് വിഷമിച്ച് അവർക്ക് കർമ്മയായിട്ടത് കിട്ടും ഫ്യൂച്ചറിൽ. അത് നിങ്ങളടുത്ത് വന്ന് തീർക്കുമ്പോഴത്തേക്കും നിങ്ങൾ അത് തീർത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പം അത്രയും പ്യൂർ എനർജി ആയിട്ടാണ് കാണുന്നത്. അത്രയും ഒരു ഹീലിംഗ് പവറും ഉള്ളൊരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആർക്കും ലേബൽ ചാർത്തി തന്നിട്ട് വേണ്ട നിങ്ങൾക്ക് ജീവിക്കാൻ. ഓക്കെ, ആരുടെയും സിമ്പതിയോ ആരുടെയും ലേബൽ വേണ്ട, എനിക്ക് കൈയും കാലും അധ്വാനിക്കാനുള്ള മനസ്സുള്ളിടത്തോളം കാലം ഞാൻ അന്തസ്സായിട്ട് ജീവിക്കും എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അധ്വാനിച്ച് അത് ഉണ്ടാക്കി വന്നതിന് ശേഷം സക്സസ് എന്താണെന്ന് കാണിക്കാൻ കഴിവുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് പൈലുകാർ. എനിക്ക് കൈയും മൂക്കും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനും പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ എടുക്കാനും എൻവയോൺമെൻറ്റ് യൂണിവേഴ്സ് തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള പല ആൾക്കാരും, അതായത് ജീവിതം തന്നെ ത്യാഗം ചെയ്ത് അതിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പല ആൾക്കാരും സെക്കൻഡ് പൈലുകാർ കാണാൻ പറ്റുന്നുണ്ട്. നിയോഗിക്കപ്പെട്ട ആൾക്കാരെന്നൊക്കെ പറയൂലേ, അങ്ങനെയും ചില ആൾക്കാരുണ്ട്. നിയോഗം അവിടെ കൊണ്ടുവരുന്ന ആൾക്കാർ, നിയോഗിക്കപ്പെട്ട ചില ആൾക്കാരുണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്ന സിറ്റുവേഷൻസിൽ പോയതിന് ശേഷം അവിടെ ഫുള്ള് ചേഞ്ചാക്കി വരുന്ന ചില യോദ്ധാക്കൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
ഇവിടെ നെഗറ്റീവ് വഴിയോ ഭയങ്കര സംഭവമാണെന്ന് കാണിച്ച് അങ്ങനത്തെ സെറ്റപ്പ് വഴി നിങ്ങൾ അച്ചീവ്മെൻറ്റ്സ് ചെയ്തെടുക്കുന്ന ആൾക്കാരല്ല. പ്രാക്ടിക്കലായിട്ട് നോർമലായിട്ട് സ്വന്തം കഴിവുണ്ട്, സ്വന്തം സോളിനെ മുറുകെ പിടിച്ചുകൊണ്ട്, മനസ്സിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ഇന്ന് ഞാനൊരു നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എനിക്ക് കിട്ടും എന്നൊരു വ്യക്തമായിട്ടുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സഹിച്ചും ത്യജിച്ചും കാര്യങ്ങൾ നേടി സക്സസ് ഉണ്ടാക്കുന്ന ഒരു തരം കാറ്റഗറി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡിവൈൻസിന് നിങ്ങൾക്ക് കൂടെ എപ്പോഴും ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മണ്ണിൽ ചവിട്ടി നിന്ന് പണിയെടുക്കാൻ അറിയാമെന്നുള്ള ആൾക്കാരാണ്. എർത്ത് സൈൻ എന്ന് അപ്പോൾ നമുക്ക് അറിയാമല്ലോ. എർത്ത് സൈൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഡിവൈൻ ഭയങ്കര സപ്പോർട്ടായിരിക്കും. നിങ്ങൾക്ക് ഹീലിങ് അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും. നിങ്ങൾക്ക് എനർജിയൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെരുപ്പൊക്കെ കളഞ്ഞിട്ട് കുറച്ചാളം മണ്ണി ചവിട്ടി നടക്കണം. നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ എനർജി കിട്ടും. ഒരുപാട് പോസിബിലിറ്റീസ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എല്ലാ കാര്യത്തിനും പ്രിപ്പയർഡ് ആയിരിക്കും. ഇപ്പം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ദീർഘവീക്ഷണം ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു സദസ്സിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജോലി വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഫുൾ ചിന്തിച്ച് കൂട്ടി ലൂപ്പ് ക്രിയേറ്റഡ് ആയി, ഇന്ന സ്ഥലത്ത് പോയി അങ്ങനെ വേണം ഇങ്ങനെ വേണം ഇങ്ങനെ വേണം. ഒരു രാവിലെ ഒരു ട്രിപ്പുണ്ട്, ആ ട്രിപ്പിന് പോയി വരുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് എന്ത് വേണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ദീർഘവീക്ഷണം ഉള്ള ആൾക്കാരായിട്ട് സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പവറാണ്, ഫെമിനൈൻ എനർജിയും മസ്കുലർ എനർജിയും കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ജെൻറ്റിൽമാൻമാരായിരിക്കും, വലിയ സ്ത്രീകളോട് അങ്ങനെ വേറെ രീതിക്ക് പെരുമാറുന്നത് അങ്ങനെയൊന്നുമല്ല. ഫെമിനൈൻ എനർജി ആണെന്നുണ്ടെങ്കിൽ, അല്ല ആണുങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, ഭയങ്കര ചിരി എപ്പോഴും മുഖത്ത് കാണും, ഭയങ്കര പ്രസന്നത ആയിരിക്കും, ഭയങ്കര അപ്രീസിയേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അതുപോലെ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എപ്പോഴും ഒരു നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ നമ്മുടെ ഒരു ഫാദർ എനർജി ഇല്ലേ, ഒരു അച്ഛൻ്റെ എനർജി ഉള്ള ഒരാളായിട്ടായിരിക്കും കൂടുതൽ കാണുന്നത്. ഒരു കുറേ കാര്യങ്ങൾ അറിയാമെന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നൊരു ക്യാരക്ടറായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും കൂടെ ഇരുന്ന് ഒരു ഓറ മെയിൻറ്റെയിൻ ചെയ്ത്, ഇപ്പം നിങ്ങളെക്കാളും ഏജ് കുറഞ്ഞ ആൾക്കാരായിരിക്കും നിങ്ങളുമായിട്ട് കൂടുതൽ കമ്പനി അടിക്കുന്നത്. ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ. ഗേൾസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാണിക്കുന്ന സിറ്റുവേഷൻസ് ഒരു ഏഞ്ചലാണ്. ആ ഒരു ഏഞ്ചലിനെ എങ്ങനെ വ്യാഖ്യാനിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, കളർഫുള്ളായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈനെ നമുക്ക് കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഫീല് തോന്നും. ഒരു ബട്ടർഫ്ലൈ അതായത് പ്രത്യേക ഒരു ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, നമ്മൾ ഇന്നേ വരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു ബട്ടർഫ്ലൈ നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മൾ അന്തം വിട്ടിങ്ങനെ നോക്കിയിരുന്നു. ഫസ്റ്റ് ലുക്കിൽ നിങ്ങളെ കണ്ട അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഈ ഒരു ഫേസ് ശൈലി, ഈ ഒരു മുഖശൈലി ഉള്ള ആൾക്കാർ കുറവാണ്. മറ്റൊരാൾ കാരണം നിങ്ങൾ എത്തുന്ന ആൾക്കാരും അങ്ങനെയായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരായിരിക്കും. പ്രത്യേക ഒരു വാല്യൂ, പ്രത്യേക ഒരു എനർജി. ഇപ്പോൾ സിനിമയിലൊക്കെ തന്നെ കണ്ടിട്ടില്ലേ, ഫേസ് വാല്യൂ നോക്കിയെടുക്കുന്ന അതേ കണക്കായിരിക്കും. കാരണം നിങ്ങൾ കാണുന്ന സമയത്ത് അവരിങ്ങനെ നോക്കൂ, വേറൊരു ഫേസ് അല്ലെങ്കിൽ വേറൊരു മുഖം, വേറൊരു എനർജി, നമുക്ക് ഈ യൂണിവേഴ്സിൽ ഇല്ലാത്ത, നമ്മളിതുവരെയും കണ്ട് പരിചയമില്ലാത്ത ഒരു എനർജി ആയിട്ട് നമുക്ക് തോന്നും. ഇവൻ നിങ്ങളെ ആഗ്രഹിക്കും, ഭയങ്കര ഡീപ്പായിട്ട് ആഗ്രഹിക്കും. പക്ഷേ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ സീനാണ്. സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ലുക്കും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. പക്ഷേ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഓപ്പണാണ്. ലേഡീസിനെ സംബന്ധിച്ച് ഫുൾ ഓപ്പണാണ്. കഥ എഴുതിയും സ്ക്രിപ്റ്റ് എഴുതിയും കൈ കൊടുക്കും, പോയി സിനിമ പിടിച്ചു എന്നെക്കുറിച്ച് എന്ന സിറ്റുവേഷൻ. പക്ഷേ ബോയ്സിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു കാറ്റഗറി ആയിട്ട് കാണുന്നില്ല കേട്ടോ. ഭയങ്കര സീനാണ് ബോയ്സ്. സെക്കൻഡ് ബൈലിൻ്റെ ബോയ്സിനെ ചെന്ന് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീ പാറും. പക്ഷേ സെക്കൻഡ് ബൈലിൻ്റെ ലേഡീസിൻ്റെ ചെന്ന് കളിക്കാൻ നിന്ന് കഴിഞ്ഞാലും തീ പാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീ പാറും. കാരണം എടുക്കുന്ന ഡിസിഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ സീനാണ്. നമ്മൾ ചിന്തിച്ച ലെവലിൽ കിട്ടുന്ന സാധനങ്ങളൊന്നുമല്ല സെക്കൻഡ് ബൈൽ. അന്യായ പവറുള്ള ഐറ്റംസാണ്. ഏത് രീതിക്ക് എങ്ങനെ പെരുമാറും നമുക്ക് പറയാൻ പറ്റത്തില്ല സെക്കൻഡ് ബൈൽ. പക്ഷേ ഫസ്റ്റ് ബൈൽ പിന്നെയും ഓക്കെയാണ്, ഒരു നോർമലായിട്ടുള്ള. സെക്കൻഡ് ബൈൽ എന്ന് പറയുന്നത് ഡിവൈനിറ്റി ഉള്ള ആൾക്കാരാണ്. ഭയങ്കരമായിട്ട് ഒരു ഡിവൈൻ പവറും ഡിവൈൻ കാര്യങ്ങളും ഉള്ള ആൾക്കാരായത് കൊണ്ട് തന്നെ ഉള്ളിലോട്ട് അറിയുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ പവർ എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത്. ലേഡീസിനെ സംബന്ധിച്ച് ഒരു ചിത്രശലഭമാണ്. അതിൻ്റെ ചിറക് കാണണമെന്നുണ്ടെങ്കിൽ അതങ്ങനെയൊന്നും കാണിച്ചു തരത്തില്ല. അതിൻ്റെ ആ ചിറക് കാണണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് അടുക്കണം. അതുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ചിറക് നമുക്ക് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ആ ചിറകിൽ കയറ്റി നമ്മളെ പറപ്പിക്കും. അത് നമുക്കും പല ലോകങ്ങളും പല സിറ്റുവേഷൻസും കാണാൻ പറ്റും. പക്ഷേ ചിറക് എന്താണെന്ന് അറിയണം. ആ ചിറകിൽ കയറി പറക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ്
ഉണ്ടാവണം ലേഡീസിനെ സംബന്ധിച്ച്. നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും വന്നത് നിങ്ങളെ കാണിച്ചു കൊടുത്താണ്. നിങ്ങളുടെ ചിറക് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുത്തു കാണത്തില്ല. അതാണ് നിങ്ങളുടെ മനസ്സെന്താണെന്ന് അറിഞ്ഞു കാണത്തില്ല. അതറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പറകാനുള്ള സാധനമുള്ള ആൾക്കാരാണ് സെക്കൻഡ് ബൈലുകാർ. അതുള്ള ആൾക്കാരൊക്കെ ഒരുപാട് സക്സസ് ആയിട്ട് ലൈഫ് സെറ്റായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ സെക്കൻഡ് ബൈലുകാർ ഇത് സംഭവം ഒരുപാട് എനർജി ഉള്ള ആൾക്കാരാണ്. ഒരുപാട് നല്ല പ്യുവറായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര അച്ചടക്കവും കാര്യങ്ങളും ഒതുക്കവും അടക്കവുമുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര ഇച്ചിരി ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ് ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. ഓക്കെ. അപ്പം ഒരു ചേട്ടൻ പറയുന്ന കേട്ടായിരുന്നു, കഴിഞ്ഞ ഒരു കമൻറ്റിൽ പറഞ്ഞതെന്ന്, ആശയ്ക്ക് കഴിഞ്ഞ തവണയൊന്നും കണക്കൊന്നുമില്ല, എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്, ഒന്നും കൂടെ കണക്റ്റഡ് ആവുന്നില്ല. ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഹാപ്പി ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആ ഒരു എനർജി കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ ഇടാണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എനർജി കിട്ടണം. ആ ഒരു ഡിവൈനിറ്റി, ആ ഒരു നത്തിങ് ആയിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്താ പറയുക, കണ്ണുകളെ നീ അത് കാണിച്ചു തരൂ, കൈകളെ നീ അതിനനുസരിച്ച് പോകൂ, ബ്രെയിനെ നീ അതെനിക്ക് മനസ്സിലാക്കി തരൂ, ഇൻറ്റ്യൂഷൻസ് നീ എനിക്ക് അതിനുള്ള പവർ തരൂ എന്നൊക്കെ നമുക്ക് പറഞ്ഞ് എന്താ പറയുക, ആ ഒരു എനർജി നമുക്ക് എടുക്കാൻ എപ്പോഴും പറ്റണമെന്നില്ല. ഞാൻ മാക്സിമം ഒരു 5 ദിവസം വന്നിരുന്ന് നോക്കും. പക്ഷെ 5 ദിവസം നമുക്ക് എനർജി കിട്ടിയില്ല, അല്ലെങ്കിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ 6ാമത്തെ ദിവസമായിരിക്കും ആ എനർജി നീ കിട്ടുന്നത്. അപ്പം ആ സൈൻ കിട്ടും, എങ്കിൽ മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ. വെറുതെ വന്നൊരു റീഡിങ് ഇട്ട് ആൾക്കാരെ മുഷിപ്പിച്ചിട്ട് എൻ്റെ ഉള്ള വാല്യൂ നശിപ്പിച്ചിട്ട് പോകാൻ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല. ഉണ്ടാവുന്ന കാലം ഫൗണ്ടേഷനായിട്ട് നല്ലത് മാത്രം ചെയ്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് എനിക്കറിയാം, അത് തന്ന് നിൽക്കണം. എൻ്റെ സമയമാകുമ്പോൾ ഞാൻ വരും, നിങ്ങൾക്ക് വേണ്ട സാധനം ഞാൻ തരും. അതിലെനിക്ക് 100% യൂണിവേഴ്സിൻ്റെ അടുത്തും എൻ്റെ അടുത്തും ഡിവൈൻസിൻ്റെ അടുത്തും നിങ്ങളുടെ അടുത്തും ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. അപ്പം എൻ്റെ സോളിൻ്റെ അടുത്തും. അപ്പം ഓക്കെ ബൈ, അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ ബൈ, ടാറ്റ, സീ യു.